ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ആരും അറിയാതെ പഠിക്കാൻ പറ്റുമോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഈ മെസ്സേജ് ഞാനൊന്ന് വായിക്കാൻ നിങ്ങളൊന്ന് കേട്ടോളാം. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നതാണ്. വായിക്കും, അതിൻ്റെ മീനിങ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ബട്ട് ക്ലാസ്സിൽ ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ കഴിയുന്നില്ല. പേടിയാണ് തെറ്റുമോ എന്ന്. പഠിക്കണം എന്ന ആഗ്രഹം നന്നായിട്ടുണ്ട്. ബട്ട് ഞാൻ പഠിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ കളിയാക്കും. അതുകാരണം മാനസികമായി പ്രയാസത്തിലാണ്. സാറിൻ്റെ വീഡിയോസ് ഇപ്പോൾ അടുത്താണ് ഞാൻ കണ്ടു തുടങ്ങിയത്. ഓക്കെ ലത്തീഫ് എന്ന ആളുമായി സംസാരിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ എനിക്കും പറയണം എന്ന് തോന്നും. പക്ഷേ ഞാൻ പഠിക്കുന്നത് ആരും അറിയരുത് എന്നുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചിട്ട് അവരുടെ മുൻപിൽ നിന്ന് സംസാരിക്കണം എന്നതാണ് ആഗ്രഹം. ഞാൻ ഒരു തവണ പഠിക്കാൻ ശ്രമിച്ചിരുന്നു, ഓൺലൈൻ ആയി. അന്ന് അവർ അയക്കുന്ന നോട്ട്സ് എഴുതിയെടുക്കും, വായിക്കും. അന്നും സംസാരിക്കേണ്ട അവസരം വരുമ്പോൾ ഒരു ഭയം ആയിരുന്നു. അതിനാൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതിൻ്റെ മുൻപിൽ ഞാൻ തോറ്റുപോയി. റിലേറ്റീവ്സും ഫ്രണ്ട്സും അറിയാതെ പഠിക്കണം എന്നുണ്ട്. അതിന് കഴിയുമോ? പ്ലീസ് ഹെൽപ്പ് മീ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇവർ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ധാരാളം ആളുകൾ എന്നെ വിളിച്ചിട്ട്, പ്രായമായ ആൾക്കാരാണ് കൂടുതലും, അവരുടെ ചെറുപ്പകാലം തുടങ്ങിയുള്ള ആഗ്രഹമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഇനി അത് പഠിക്കാൻ പോകുമ്പോൾ ആൾക്കാർ അറിഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് ആരും അറിയാതെ, അവർ ചോദിക്കുന്ന ഒരു വാക്ക് ഇതാണ്, പലരും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്, ആരും അറിയാതെ പഠിക്കാൻ പറ്റുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഒന്നല്ല, അനേകം ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ആരും അറിയാതെ പഠിക്കണം. ഇപ്പോൾ ഓക്കെ ലത്തീഫ് എന്ന് പറഞ്ഞിട്ട് ആള് എല്ലാവരുടെ മുൻപിൽ പരസ്യമായിട്ട് അയാൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം മറ്റുള്ളവരുടെ മുൻപിൽ പറയാൻ അയാൾക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ മറ്റുള്ള മനുഷ്യർ അങ്ങനെയല്ല. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം ആരും അറിയരുത്, രഹസ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, അതിന് വല്ല വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ വഴിയുണ്ട്, പറഞ്ഞുതരാം. ആരും അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള മാർഗം പറഞ്ഞുതരാം. അതിനു മുൻപ് ഈ ടീച്ചറിന്റെ കത്ത് ഒന്നുകൂടി വായിക്കാം. അതിൽ ചില പോയിന്റുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ്. ഒന്നുകൂടെ വായിക്കട്ടെ, എല്ലാം വായിക്കുന്നില്ല, പോയിന്റ്സ് മാത്രം. ഒന്നാമത്തെ പോയിന്റ്, ഞാൻ സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നതാണ്. ഇത് ഈ ഒരു ടീച്ചർ മാത്രമല്ല, ധാരാളം ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ 6 വർഷം മുൻപ് എറണാകുളത്ത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ അന്നു മുതൽ ധാരാളം ടീച്ചേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, കുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട്, എനിക്ക് അവരുടെ മുൻപിൽ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ധാരാളം പേര് ഇംഗ്ലീഷ് പഠിക്കാൻ വന്നിട്ടുണ്ട്. അതും തന്നെയല്ല, ആന്ധ്രാപ്രദേശ്, ഒറീസ, ബീഹാർ, UP ആ ഭാഗത്തു നിന്നുള്ള വില്ലേജസിലുള്ള ധാരാളം ടീച്ചേഴ്സ് എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരുടെ സ്കൂളിലെ കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നു, ഈ സാറുമാർക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ധാരാളം പേര് എൻ്റെ അടുത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ ചില ആൾക്കാരുടെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടീച്ചേഴ്സിന് ധാരാളം പേർക്ക് ഒരു പ്രശ്നമായി തീർന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷ്. അടുത്തൊരു പോയിന്റ്, ഇവരുടെ മെസ്സേജിലുള്ള അടുത്തൊരു പോയിന്റാണ് രണ്ടാമത്തെ പോയിന്റ്. ക്ലാസ്സിൽ ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ കഴിയുന്നില്ല, പേടിയാണ് തെറ്റുമോ എന്ന്. ഈ കുട്ടികളുടെ മുമ്പിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഭയമാണ്, തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം. മൂന്നാമത്തെ പോയിന്റ്, പഠിക്കണമെന്ന ആഗ്രഹം നന്നായിട്ടുണ്ട്. ബട്ട് ഞാൻ പഠിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ കളിയാക്കും. അത് കാരണം മാനസികമായി പ്രയാസത്തിലാണ്. ഇവർക്കെല്ലാം ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ആരെങ്കിലും അറിഞ്ഞാൽ അവർ കളിയാക്കും. ഈ കളിയാക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, പഠിക്കാൻ വരുന്ന ആൾക്കാരെ പോലും കളിയാക്കിയിട്ട് പഠിപ്പിക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് കളിയാക്കാൻ വരുന്നത്. ഇത് വീടിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ വീട്ടുകാരടക്കം കൂട്ടുകാരടക്കം പലരും കളിയാക്കിയിട്ട് ഒരാളൊന്ന് നന്നാവാൻ ശ്രമിച്ചാൽ അത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളിയാക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്ത് ചെയ്യാം ഇവരെ കൊണ്ട്? അപ്പൊ നമുക്കിനി ആരും അറിയാതെ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ഇനി നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പോകാം. ഓക്കെ ലത്തീഫ് എന്ന ആളുമായി സംസാരിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ എനിക്കും അതുപോലെ പറയണമെന്ന് തോന്നും. പക്ഷേ ഞാൻ പഠിക്കുന്നത് ആരും അറിയരുത് എന്നുണ്ട്.
വീണ്ടും പറയുകയാണ്, ഇവർ പഠിക്കുന്ന കാര്യം ആരും അറിയരുത്. ഓക്കെ ലത്തീഫിനെ പോലെ ഇവർക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും അറിയരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഇനി 5ാമത്തെ പോയിന്റ്, ഇംഗ്ലീഷ് പഠിച്ചിട്ട് അവരുടെ മുൻപിൽ നിന്ന് സംസാരിക്കണം എന്നതാണ് ആഗ്രഹം. എൻ്റെ അടുത്ത് പലരും ഫോണിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടിൽ ഭർത്താവും മക്കളും കളിയാക്കുന്ന ചില വീട്ടമ്മമാർ പറഞ്ഞിട്ടുള്ളത്, ഈ മക്കളും എൻ്റെ ഭർത്താവ് അറിയാതെ എനിക്ക് ഒന്ന് ഇംഗ്ലീഷ് പഠിക്കണം, എന്നിട്ട് ഇവരുടെ മുൻപിൽ നിന്ന് 2 ഇംഗ്ലീഷ് പറഞ്ഞു കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി കയറിയിട്ട് ധാരാളം വീട്ടമ്മമാര് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത്, ഇത് ആരും അറിയരുതെന്നാണ് പറയുന്നത്. ഒന്ന് പഠിച്ച് 4 വാക്ക് പറയാൻ കഴിവ് വരുന്നത് വരെ ആരും അറിയരുത്. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. 1ാമത്തെ ആഗ്രഹം ഇംഗ്ലീഷ് പഠിക്കണം. 2ാമത്തെ ആഗ്രഹം ഇത് ആരും അറിയാതെ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് അവരറിഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. ഇനി 6ാമത്തെ ഒരു പോയിന്റ്, സംസാരിക്കേണ്ട അവസരം വരുമ്പോൾ ഒരു ഭയം ആയിരുന്നു, എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതിൻ്റെ മുൻപിൽ ഞാൻ തോറ്റുപോയി. തെറ്റി. സംസാരിക്കേണ്ട അവസരം വരുമ്പോൾ ഒരു ഭയമായിരുന്നു, അതിനാൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതിൻ്റെ മുൻപിൽ ഞാൻ തോറ്റുപോയി എന്ന്. ഇവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഭയമാണ് ആൾക്കാർക്ക്. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നതിൻ്റെ മുൻപിൽ ഈ മെസ്സേജ് അയച്ച ആള് തോറ്റുപോയി എന്നാണ് പറയുന്നത്. വീണ്ടും 7ാമത്തെ പോയിന്റിൽ പറയുന്നത്, റിലേറ്റീവ്സും ഫ്രണ്ട്സും അറിയാതെ പഠിക്കണം എന്നുണ്ട്, അതിന് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. കഴിയും. ഞാൻ ധാരാളം വാട്സാപ്പ് ഗ്രൂപ്പുകളും വേറെ ചില ഗ്രൂപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേര് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാനൊരു നമ്പർ തരും, ഒരു റോൾ നമ്പർ 10 എന്നോ 20 എന്നോ എന്തെങ്കിലും ഒരു നമ്പർ തന്നാൽ ആ നമ്പറിലായിരിക്കും നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, നാട് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ജോലിയും പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ 5 or 10 ആൾക്കാരുണ്ടാവും. അവർ തമ്മിൽ പരസ്പരം നിങ്ങൾ അറിയാൻ പോകുന്നത് നമ്പർ 2, നമ്പർ 5, നമ്പർ 8, നമ്പർ 20, നമ്പർ 33 ഇങ്ങനെയുള്ള നമ്പറിലായിരിക്കും നിങ്ങൾ അറിയാൻ പോകുന്നത്. അതുകൊണ്ട് നമ്പർ ഇട്ട് തന്നിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ കയറ്റി മറ്റുള്ളവരുമായിട്ട് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഈ ഒരു മെസ്സേജ് വന്നപ്പോൾ തോന്നിയിട്ടുള്ളതാണ്. ഏതായാലും ഇന്നൊരു ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ആ ഗ്രൂപ്പിൽ നമ്പർ ഇട്ടിട്ടാണ് ആൾക്കാർക്ക് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ആരും അറിയാതെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കുക. ആരും അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങളിത് വാശിയായിട്ട് എടുക്കണം. ധാരാളം പേര് വാശിയായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. പഠിച്ചു നോക്കുന്നേ, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പോയാലൊരു വാക്ക്, ഇല്ലെങ്കിൽ ഒരു ആന എന്ന് പറഞ്ഞ പോലെ പഠിച്ചു നോക്ക്. ധാരാളം പേര് പഠിച്ചിട്ട് ഫ്ലുവൻ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കുറെ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ധാരാളം നല്ല രീതിയിൽ സംസാരിച്ച കുറെ ആളുകളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുക, അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. അവർ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഈ ഗ്രൂപ്പിൽ വന്നിട്ട് അവർക്ക് എന്തെല്ലാം എക്സർസൈസുകൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇത് ആരും അറിയാതെ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ ആരോടും, മക്കളോടും ഭർത്താവിനോടും പറയാതിരിക്കുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഏതായാലും ഒരു കൈ നമുക്ക് നോക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.